जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावन चारे। यमुना तीरावन चारे। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय गोपी जन वल्लभा गिरिवरधारी। यशोदानंदन व्रज जन रंजन। यमुना तीरावनचारी। जय राधा माधवा कुंज बिहारी। जय राधा माधवा कुंज बिहारी। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे हरे। हरे राम 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 हरे हरे। जय प्रभुपादा प्रभुपादा श्रील प्रभुपादा। जय गुरुदेवा गुरुदेवा जय गुरुदेव। गौर हरि बोल हरि बोल गौर गौर हरि बोल हरि बोल गौर हरि बोल। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सागररघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। सप्तकाञ्चन गौरांगी राधे वृंदावनेश्वरी
വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഹരി ഓം തസ്സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. നമ്മുടെ ധ്യാനയോഗം എന്ന 6-ാം അധ്യായമാണ് ചർച്ച ചെയ്തു വരുന്നത്. അപ്പോ അഷ്ടാംഗ യോഗത്തിനെ പറ്റിയിട്ട് ഭഗവാൻ അർജുനന് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ ശ്രവിച്ചത്. ശ്ലോകം 32-ലാണ് നിർത്തിയത്. അപ്പോ ഈ അഷ്ടാംഗ യോഗത്തെ പറ്റിയിട്ട് ഈ ഭഗവാന്റെ ക്ലാസ് കേട്ടപ്പോൾ അർജുനന് സംശയം. ആ സംശയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങുന്നത്. ശ്ലോകം 33. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സ്വാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാ സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച യോയം യോഗസ്ത്വയ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. അർജുന ഉവാച യോയം യോഗസ്ത്വയാ പ്രോക്ത സാമ്യേന മധുസൂദന ഏതസ്യാഹം ന പശ്യാമി ചഞ്ചലത്വാത് സ്ഥിതിം സ്ഥിരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാന്റെ വിവർത്തനവും ഭാവാർത്ഥവും. അർജുന ഉവാച, അർജുനൻ പറഞ്ഞു, മധുസൂദന, ഹേ മധുസൂദന, ത്വയാ പ്രോക്ത, അങ്ങ് പറഞ്ഞു തന്ന യഹ അയം യോഗ, ഈ യോഗ പദ്ധതി, ചഞ്ചലത്വാത്, ചഞ്ചല മനസ്കനായ എനിക്ക്, സാമ്യേന, പൊതുവെ, സ്ഥിരാം സ്ഥിതിം, ഉചിതമായി, അഹം ന പശ്യാമി, ഞാൻ കാണുന്നില്ല. അർജുനൻ പറഞ്ഞു, ഹേ മധുസൂദന, അങ്ങ് പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി ചഞ്ചല മനസ്കനായ എനിക്ക് പൊതുവെ ഉചിതമായി ഞാൻ കാണുന്നില്ല. അപ്പോ ഈ ശ്ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് എന്ന് പറയുന്നത് ചഞ്ചലത്വ. ഇവിടെ അർജുനൻ പറയുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ഇപ്പോൾ പറഞ്ഞു തന്ന ഈ യോഗ പദ്ധതി അത് എനിക്ക് ശരിയാവില്ല. കാരണം എൻ്റെ മനസ്സ് ചഞ്ചലമാണ്. അപ്പോ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൗതിക സാഹചര്യത്തിൽ
ഓരോ നിമിഷവും നമ്മുടെ മനസ്സ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു അത്ര സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. പക്ഷേ അഷ്ടാംഗ യോഗ പദ്ധതി അങ്ങനെയുള്ള യോഗ പദ്ധതികൾ അനുഷ്ഠിക്കാനും നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് അത് സാധിക്കില്ല. അപ്പോ ഇവിടെ ഈ ശ്ലോകത്തില് അർജുനൻ ഭഗവാനെ മധുസൂദന എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മധുസൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നത്? ഇപ്പോ ദ്വാപരയുഗത്തിൽ